സുഹൃത്തുക്കളെ, ലോകത്തിലെ ഏറ്റവും ശക്തനായ രാജ്യത്തിന്റെ പ്രസിഡന്റ് ഒരു വാക്ക് പറഞ്ഞു. അത് ഒരു വാർത്തയായി അവസാനിച്ചില്ല, അത് ഒരു മുന്നറിയിപ്പായി മാറി. ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോട് എന്നെ അസന്തുഷ്ടനാക്കരുത് എന്ന് പരസ്യമായി പറയുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് ഇന്ത്യ എത്തിപ്പെട്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇത് ട്രംപ് മോഡി പ്രശ്നമല്ല, ഇത് BJP കോൺഗ്രസ് പ്രശ്നവുമല്ല. ഇത് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ബഹുമാനം, സ്വാതന്ത്ര്യം, തീരുമാനശേഷി ഇന്ന് എവിടെയാണ് നിൽക്കുന്നതെന്ന ഗൗരവകരമായ ചോദ്യത്തിലേക്കാണ് നീങ്ങുന്നത്. ഇത്ര വലിയ അപമാനത്തിന് മുന്നിൽ എന്തുകൊണ്ടാണ് മോദി മൗനം പാലിക്കുന്നത്? ഈ മൗനം വെറും നിശബ്ദതയാണോ, അല്ലെങ്കിൽ അകത്തളത്തിൽ നടക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ കളിയുടെ സൂചനയാണോ? ട്രംപ് അവിടെ നിർത്തിയില്ല. ഇന്ന് ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ എന്നെ കാണാൻ മോദി യാചിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത്. സുഹൃത്തുക്കളെ, ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങളത് ഒന്ന് കേട്ടു നോക്കൂ. Prime Minister Modi came to see me. Sir, may I see you please? May I see you please? സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ സ്ഥിതി. ഇന്ന് നമ്മൾ സംസാരിക്കേണ്ടത് ഒരു അമേരിക്കൻ പ്രസ്താവനയെ കുറിച്ചല്ല. ഇന്ന് നമ്മൾ സംസാരിക്കേണ്ടത് ഇന്ത്യയുടെ ഭാവിയെ കുറിച്ചാണ്. ട്രംപിന്റെ ഇത്തരം പ്രസ്താവനകൾ പ്രതിപക്ഷം ഉപയോഗിക്കുന്നതേയില്ല. ഇത് രാഹുൽ ഗാന്ധി പറയുന്നതല്ല. ഇത് മോദിയുടെ പാർട്ടിക്കുള്ളിലും NDAയിലും RSS വൃത്തങ്ങളിലുമാണ് മോദി റിട്ടയർമെന്റ് എടുക്കണം എന്ന ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നത്. ട്രംപ് എന്തുകൊണ്ട് മോദിയെ ഇങ്ങനെ പൊതുവിൽ സമ്മർദ്ദത്തിലാക്കുന്നു? ഈ വലിയ പ്രഷർ മോദിക്ക് താങ്ങാൻ സാധിക്കുമോ? സ്വന്തം പാർട്ടിക്കുള്ളിലെ മോദി വിരോധികൾ ഈ അവസരം ഉപയോഗിച്ച് അദ്ദേഹത്തെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ ഈ എല്ലാ ചോദ്യങ്ങളും വളരെ വ്യക്തമായി നമ്മൾ ചർച്ച ചെയ്യും. പ്രധാന പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേക കാര്യം പറയട്ടെ. നമുക്കെല്ലാവർക്കും അറിയാം, ഇത്തരം അതിപ്രധാന വാർത്തകളൊന്നും തന്നെ ഗോദി മീഡിയയോ നമ്മുടെ മലയാളം ചാനലുകളോ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാറില്ല. തീർച്ചയായും ഇത്തരം വാർത്തകളും എല്ലാവരും അറിയണം. ഈ വാർത്തകൾ എല്ലാ മനുഷ്യരുടെയും ഇടയിൽ എത്തണം. അതിനായി യൂട്യൂബിന്റെ അൽഗോരിതം ഈ വീഡിയോയെ നിരസിക്കാതിരിക്കാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ ഈ വീഡിയോയ്ക്ക് അത്യാവശ്യമാണ്. നിങ്ങളുടെ ലൈക്കുകളും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും കൊണ്ട് ഈ വീഡിയോ ജനത്തിന്റെ അടുത്ത് എത്താൻ നിങ്ങളുടെ വലിയ സഹായം ഈ സമയത്ത് ഞങ്ങൾ യാചിക്കുന്നു. സുഹൃത്തുക്കളെ, ലോകത്തിലെ ഏറ്റവും ശക്തനായ രാജ്യത്തിന്റെ പ്രസിഡന്റ് ഒരു വാക്ക് പറഞ്ഞാൽ അതിന് രണ്ടർത്ഥമുണ്ടാകും. ഒന്ന് പുറത്തേക്ക് കേൾക്കുന്ന അർത്ഥം, രണ്ടാമത്തേത് അതിന്റെ ഉള്ളിലോട്ടുള്ള രാഷ്ട്രീയ ഉദ്ദേശം. ട്രംപ് ഇപ്പോൾ ഇന്ത്യയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ അങ്ങനെ ഒരു രണ്ടാമത്തെ അർത്ഥം നിറഞ്ഞ വാക്കുകളാണ്. കാരണം ഇതൊരു അമേരിക്കൻ വാർത്തയായി മാത്രം അവസാനിക്കുന്നില്ല. ഇന്ത്യയുടെ അഭിമാനത്തെയും സ്വതന്ത്ര തീരുമാനങ്ങളെയും ഇന്ത്യയുടെ നേതൃത്വത്തെയും ചോദ്യം ചെയ്യുന്ന ഒരു വലിയ രാഷ്ട്രീയ തിരക്കഥയായി അത് മാറിയിരിക്കുകയാണ്. ട്രംപ് തുറന്നു പറഞ്ഞു, എനിക്ക് മോദിയോട് ദേഷ്യമുണ്ടെന്ന് മോദിക്ക് വ്യക്തമായി അറിയാം. എനിക്ക് സന്തോഷമില്ല. എന്നെ പ്രീതിപ്പെടുത്താൻ മോദി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറച്ചു. എന്നെ പ്രീതിപ്പെടുത്തേണ്ടത് പ്രധാനമാണെന്ന് മോദിക്ക് നന്നായി അറിയാം. സുഹൃത്തുക്കളെ, ഇതിലും കൂടുതൽ തുറന്നൊരു അപമാനം വേറെയുണ്ടോ? ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോട് എന്നെ പ്രീതിപ്പെടുത്തണമെന്ന് പറയുന്നത് സൗഹൃദ ഭാഷയല്ല, അത് സമ്മർദ്ദത്തിന്റെ ഭാഷയാണ്. സുഹൃത്തുക്കളെ, ഇവിടെ സ്വാഭാവികമായി ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തിനാണ് മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ പ്രീതിപ്പെടുത്തേണ്ടത്? ഇന്ത്യയുടെ തീരുമാനങ്ങൾ ഇന്ത്യക്കുള്ളിൽ ഉണ്ടാകേണ്ടതല്ലേ? ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റി, ഇന്ത്യയിലെ സാധാരണ മനുഷ്യന്റെ പാചക ഗ്യാസിന്റെ വില, പെട്രോളിന്റെ വില, ഡീസലിന്റെ വില, ഇന്ത്യൻ വ്യവസായത്തിന്റെ ഭാവി, ഇന്ത്യൻ യുവാക്കളുടെ ജോലി സാധ്യത, ഇവയൊക്കെയുമായി ബന്ധമുള്ള കാര്യങ്ങൾ മറ്റൊരു രാജ്യം പബ്ലിക്കലി എനിക്കിഷ്ടമില്ല എന്ന് പറയുന്നത് എന്താണ് സൂചിപ്പിക്കുന്നത്? അത് നമ്മുടെ രാജ്യത്തിന്റെ തീരുമാനങ്ങളിൽ ഇടപെടും എന്നുള്ള ഒരു സമ്മർദ്ദത്തിന്റെ ഭാവമല്ലേ അത്? ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം ട്രംപ് പറഞ്ഞ വാക്കുകൾ മാത്രമല്ല സുഹൃത്തുക്കളെ, അതിന് പിന്നാലെ മൈ ഫ്രണ്ട് ട്രംപ് എന്ന് പറഞ്ഞിരുന്ന മോദിയും ഇന്ത്യൻ സർക്കാരിന്റെയും മൗനമാണ്. ഇത്രയധികം അപമാനത്തിന് ശേഷം എന്തുകൊണ്ടാണ് മോദി പ്രതികരിക്കാത്തത്? എന്തുകൊണ്ടാണ് ഒരു ശക്തമായ മറുപടി ലോകം കേൾക്കാത്തത്? മൗനം പലപ്പോഴും ദുർബലതയുടെ അടയാളമായി ലോകം വായിക്കും. അതാണ്
ഇന്ത്യക്കാരെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്. ഇവിടെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഗൗരവമായ ഒരു സംശയം ഉന്നയിക്കുന്നത്. അതായത് വിശ്വഗുരു എന്ന് സ്വയം അവതരിപ്പിച്ച ഒരു നേതാവ് ട്രംപിനെ ഇത്ര ഭയപ്പെടുന്നു എന്നൊരു ചിത്രം ഉണ്ടാക്കുന്നുവെങ്കിൽ ട്രംപിന്റെ കയ്യിൽ എന്തോ രഹസ്യ തെളിവുകൾ ഉണ്ടാകുമോ എന്ന സംശയം സ്വാഭാവികമായി ആളുകളിൽ ഉയരും. ഇത് ഒരു ഗോസിപ്പാക്കി മാറ്റുന്നില്ല സുഹൃത്തുക്കളെ. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പബ്ലിക് ഹ്യൂമിലിയേഷൻ എന്നത് ഒരു ആയുധമാണ്. ട്രംപ് സ്വീകരിച്ചിരിക്കുന്ന ഭാഷ അതിന്റെ സൂചകവുമാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ട്രംപ് ഇവിടെ അപമാനിച്ചത് മോദിയെ മാത്രമല്ല, 140 കോടി ഇന്ത്യക്കാരെ കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെയാണ്. അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയെ പോലെ എന്തുകൊണ്ടാണ് ശക്തമായ മറുപടി ഇല്ല എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നത്. ഇന്ദിരാഗാന്ധി, വാജ്പേയി, ഗുജറാൾ, ചന്ദ്രശേഖർ, ദേവഗൌഡ ഇവരിൽ ഒരാളും അന്താരാഷ്ട്ര അപമാനത്തിന് മുന്നിൽ ഇത്രയും മൗനം പാലിച്ചിട്ടില്ല. കാരണം അവർക്കറിയാമായിരുന്നു, ഒരു രാജ്യത്തിന്റെ ആത്മാഭിമാനം ഒരു പാർട്ടിയുടെ PR പ്രൊജക്ട് അല്ല, ജനതയുടെ അന്തസ്സാണെന്ന്. ഇവിടെ നിന്നാണ് കഥ ഒരു വലിയ വിഷയത്തിലേക്ക് കടക്കുന്നത്. ഓരോ രാജ്യത്തിന്റെയും ലക്ഷ്യം അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്തുകയാണ്. പക്ഷെ ഇന്ന് പല രാജ്യങ്ങളുടെയും നിലപാടുകൾ നോക്കുമ്പോൾ ഇന്ത്യ എല്ലായിടത്തും ഒരു പ്രശ്നബിന്ദമായി മാറുന്നുവെന്ന അഭിപ്രായം ചില നിരീക്ഷകർ പങ്കുവെക്കുന്നുണ്ട്. എല്ലാ വശത്തിലും നമ്മൾ എവിടെയോ വീണുപോയിരിക്കുന്നു. മുഴുവൻ വിദേശ നയം പരിശോധിച്ചാൽ അയൽവക്കത്തേക്കുള്ള മോദിയുടെ സമീപനം പരാജയപ്പെട്ടു എന്നതാണ് ആളുകൾക്ക് തോന്നുന്ന ഒരു യാഥാർത്ഥ്യം. സുഹൃത്തുക്കളെ, ഇതെന്റെ അഭിപ്രായമല്ല. ഈ വിദേശ നയ പരാജയത്തിന്റെ വലിയ ഉദാഹരണമായി പലരും ചൂണ്ടിക്കാട്ടുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ഘട്ടങ്ങളിൽ ഇന്ത്യക്ക് ഒപ്പം ശക്തമായി നിലകൊള്ളുന്ന ഒരു രാജ്യത്തിന്റെ പൊതു നിലപാട് പോലും കാണാനില്ലെന്നുള്ള വിമർശനം ഇപ്പോൾ ഉയരുന്നു. ചൈന നമ്മോടൊപ്പം ഉണ്ടായിട്ടില്ല. അമേരിക്ക മറുവശത്തെ സഹായിച്ചതുപോലെ തോന്നുന്ന സാഹചര്യം. റഷ്യയുമായിട്ടുള്ള ബന്ധം മറ്റുള്ളവർ കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന ചിത്രം. ഇന്ത്യ ഒറ്റപ്പെട്ടതായി തോന്നുന്ന ഒരു നില. ഇതൊക്കെ ചേരുമ്പോൾ ഒരു ചോദ്യം ഉയർന്നു വരുന്നു. ഇന്ത്യയുടെ നയതന്ത്ര ശക്തി ഇപ്പോൾ എവിടെയാണ്? അതിനിടയിൽ തന്നെ ബംഗ്ലാദേശ് പാകിസ്ഥാനുമായി കൂടുതൽ അടുത്തു പോകുന്നുവെന്ന വിലയിരുത്തലുകളും വരുന്നു. അതുപോലെ ചൈന, പാകിസ്ഥാൻ, നേപ്പാൾ, മാലിദ്വീപ്, കാനഡ, US ഇങ്ങനെ പല വശങ്ങളിലും ഇന്ത്യക്ക് മുമ്പൊന്നുമില്ലാത്ത വലിയ ഒരു സമ്മർദ്ദ വലയം രൂപപ്പെടുന്നു എന്നാണ് വിമർശകർ പറയുന്നത്. പിന്നെ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും ഇന്ത്യയുടെ ഓരോ നീക്കവും ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്ന സാഹചര്യവും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് ഇന്ത്യയുടെ അന്താരാഷ്ട്ര സ്ഥാനം ദുർബലമാകുന്നു എന്ന വാദം ആളുകളുടെ മനസ്സിലേക്ക് കടന്നു കയറുന്നത്. ഇവിടെയാണ് വിശ്വഗുരു നറേറ്റീവ് വലിയ ചോദ്യമാകുന്നത്. ലോകരാഷ്ട്രങ്ങൾ ഒന്നും ഇന്ത്യയെ വിശ്വഗുരുവായി അംഗീകരിച്ചിട്ടില്ലെന്നും വിശ്വഗുരു എന്ന പദവി സ്വയം ഏറ്റെടുത്ത് തന്നെ ഇന്ത്യയെ ഒറ്റപ്പെടുത്തുന്ന ഒരു ഘടകമായി മാറിയെന്നും വിമർശകർ ഇപ്പോൾ പറയുന്നുണ്ട്. ലോകത്തിന് ഇന്ത്യയുടെ മതിപ്പ് നശിക്കപ്പെടുന്നു എന്നൊരാരോപണവും ഇതോടൊപ്പം വരുന്നു. പാശ്ചാത്യ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന വാർത്തകൾ ഇന്ത്യയിൽ അടിച്ചമർത്തപ്പെടുന്നു. അതൊരു വലിയ വിമർശനമായി ഇന്ന് നമ്മൾ കേൾക്കാം. മൻമോഹൻ സിംഗിന്റെ കാലത്ത് പാശ്ചാത്യ മാധ്യമ റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ ശക്തമായി ചർച്ചയായിരുന്ന താരതമ്യം അതിനോടൊപ്പം ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ ട്രംപിന്റെ വാക്കുകൾ വീണ്ടും നമ്മൾ കേൾക്കണം. ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നു, അതെനിക്കിഷ്ടമല്ല. അത് തുടരുകയാണെങ്കിൽ എനിക്ക് സന്തോഷമുണ്ടാകില്ല. ഇതിന്റെ പിന്നാലെ മോദി നല്ല മനുഷ്യനാണെന്നും അയാൾ എന്നെ അസന്തുഷ്ടനാക്കില്ലെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്നും ട്രംപ് പറയുന്നു. സുഹൃത്തുക്കളെ, ഇതൊരു പ്രശംസയല്ല, ഇതൊരു മുന്നറിയിപ്പാണ്. ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോട് എന്നെ അസന്തുഷ്ടനാക്കരുത് എന്ന് പറയുന്ന സൗഹൃദത്തിന്റെ ഭാഷയല്ലിത്. ഇത് സമ്മർദ്ദത്തിന്റെ വലിയ ഭാഷയാണ്. ലോകം അതിനെ അങ്ങനെ തന്നെയാണ് വായിക്കുന്നതും. സുഹൃത്തുക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ട്രംപ് ഇന്നലെ തുടങ്ങിയ കാര്യങ്ങളൊന്നുമല്ല എന്നതും ഇവിടെ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതായത് ട്രേഡ് ടാരിഫ് മുതൽ H-1B വിസ നയങ്ങൾ വരെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെയും യുവാക്കളുടെ ഭാവിയെയും ബാധിക്കുന്ന പല വിഷയങ്ങളിലും അമേരിക്കയുടെ കടുപ്പം ഇന്ത്യ അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ വാദം ഇപ്പോഴും ചർച്ചയാകുന്നുമുണ്ട്.
അമേരിക്കയിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ കൈവിലങ്ങിട്ട് തിരിച്ചയച്ച ദൃശ്യങ്ങൾ വരെ ഇന്ത്യയുടെ മാനത്തെ ബാധിച്ച സംഭവങ്ങളായി ഇപ്പോഴും നമ്മുടെ ഇന്ത്യക്കാർ ഓർക്കുന്നു. അതെല്ലാം കൂടുമ്പോൾ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്ന പാറ്റേൺ എന്ന വിലയിരുത്തൽ കൂടുതൽ ശക്തമാകുകയാണ്. ഇനി അതും പറഞ്ഞിട്ട് ഏറ്റവും സെൻസിറ്റീവ് വിഷയം എന്ന് പറയപ്പെടുന്ന അദാനിക്കെതിരായ അമേരിക്കൻ നിയമ നടപടിയിലേക്കും ഇപ്പോൾ ചർച്ച പോകുന്നുണ്ട്. ഇത് ഒരാൾക്കെതിരായ കേസ് മാത്രമല്ല സുഹൃത്തുക്കളെ. ഇന്ത്യയുടെ വികസന മാതൃക നറേറ്റീവിനെ ലോകത്തിന് മുമ്പിൽ ചോദ്യം ചെയ്യുന്ന രീതിയിലാണോ എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. നേതാവിനെ നേരിട്ട് ആക്രമിക്കാതെ നേതാവിന്റെ ബാക്ക് ബോണിനെ സമ്മർദ്ദത്തിലാക്കുന്ന ആധുനിക രാഷ്ട്രീയ ശൈലിയാണിതെന്ന് നിരീക്ഷകർ പറയുന്നുണ്ട്. ഇതെല്ലാം കൂട്ടി വായിച്ചു നോക്കുമ്പോൾ ഒരു വലിയ ചോദ്യം ഉയരാതിരിക്കുമോ? ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണോ? അല്ലെങ്കിൽ ഇന്ത്യയെ സാമ്പത്തികമായും നയതന്ത്രപരമായും സമ്മർദ്ദത്തിലാക്കി മോദിയെ രാഷ്ട്രീയമായി ദുർബലമാക്കാനുള്ള വലിയ ശ്രമമാണോ? ഇവിടെ ട്രംപ് മോദിയെ പുറത്താക്കും എന്നാരും ഉറപ്പിച്ച് പറയില്ല. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ നേതാക്കളെ ദുർബലനാക്കാൻ സമ്മർദ്ദം, ഒറ്റപ്പെടുത്തൽ, ആഗോള ഇമേജ് ഡാമേജ് ഇവയാണ് ആയുധങ്ങൾ എന്നത് നമ്മൾ ആരും മറന്നു പോകരുത്. സുഹൃത്തുക്കളെ, ഇവിടുത്തെ രാഷ്ട്രീയം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. അതായത് ട്രംപിന്റെ വാക്കുകൾ പുറത്തുനിന്ന് വന്ന ഒരു അപമാനമായി മാത്രം നിലനിൽക്കുന്നതല്ല, അത് ഇന്ത്യയുടെ അകത്തള രാഷ്ട്രീയത്തിൽ ഒരായുധമായി മാറാം. ഡൽഹിയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വലിയ സംശയം ഇതുതന്നെയാണ്. ട്രംപിന്റെ വാക്കുകൾ മോദിക്കെതിരായി ഉപയോഗപ്പെടുത്തുന്നത് പുറത്തുനിന്ന് ആരുമല്ല, ഇന്ത്യയുടെ പ്രതിപക്ഷമോ രാഹുൽ ഗാന്ധിയോ അല്ല, മറിച്ച് അത് NDAയിലും BJPയിലും ഉള്ളവരും ചില RSS വൃത്തങ്ങളിലും ലീഡർഷിപ്പ്, ദിശ, ഇമേജ് എന്ന ചർച്ചകൾ കയറുന്നുവെന്ന നിരീക്ഷണവും ഇപ്പോൾ ശക്തമായി നമുക്ക് കേൾക്കാം. കാരണം ഇതൊരവസരമായി പലരും ഉപയോഗിക്കും എന്ന് വ്യക്തം. മോദിക്ക് ശേഷം എന്ന ചോദ്യം BJPയിൽ നാളുകളായി നിലവിലുണ്ട്. പക്ഷേ തുറന്നു പറയാൻ പലർക്കും ഭയം. അത്തരത്തിൽ തുറന്നു പറയാൻ കഴിയാത്തവർക്ക് ട്രംപിന്റെ വാക്കുകൾ ഒരവസരമാണ്. വിദേശ നയം പരാജയപ്പെട്ടു, ഇന്ത്യ ഒറ്റപ്പെട്ടു, രാജ്യം സമ്മർദ്ദത്തിൽ, നേതാവിന്റെ മൗനം ഇന്ത്യയുടെ ബഹുമാനം താഴ്ത്തുന്നു എന്ന നറേറ്റീവ് ഇപ്പോൾ ശക്തിപ്പെടുത്തി അവസാനം രാജ്യത്തിന് വേണ്ടി ലീഡർഷിപ്പ് റീസെറ്റ് വേണം എന്ന ഒരു ഫ്രെയിം നിർമ്മിക്കുക. അത് നേരിട്ട് രാജി ആവശ്യപ്പെടുന്ന വാക്കുകളിലേക്കല്ല, പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ മാറ്റം അനിവാര്യമാണ് എന്ന ബോധം ഉണ്ടാക്കുന്ന ഒരു വലിയ രാഷ്ട്രീയമാണ് ഇപ്പോൾ NDAയിലുള്ളവർ തന്നെ ഇപ്പോൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമായി ചില മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. അവർ പറയുന്ന ഇതിന്റെ വഴി ഇങ്ങനെയാണ്. ആദ്യം ഇമേജ് ഡാമേജ് എന്ന വാചകം നമുക്ക് കേൾക്കാം. പിന്നെ പാർട്ടി രക്ഷിക്കണം എന്ന വാചകം പുറത്തു വരും. അതിനുശേഷം പാർട്ടിക്കുള്ളിൽ തന്നെ രാജ്യത്തിന്റെ അന്തസ്സിനായി തീരുമാനങ്ങൾ വേണം എന്ന വാചകം പുറത്തു വരും. ഒടുവിലെത്തുന്നത് റിട്ടയർമെന്റ് അല്ലെങ്കിൽ രാജി എന്ന നിർബന്ധിത തീരുമാനത്തിലേക്കാണ്. എന്നാൽ ഈ സംഭവങ്ങളെല്ലാം ഒരു ദിവസം കൊണ്ട് സംഭവിക്കില്ല. പക്ഷേ സമ്മർദ്ദം ദിവസേന കൂട്ടിക്കൊണ്ടേയിരിക്കും. NDA ഘടകകക്ഷികൾക്ക് അവരുടെ നിലനിൽപ്പ് പ്രശ്നമാകും. BJPക്ക് ഉള്ളിൽ തന്നെ പോസ്റ്റ് മോഡി ബാലൻസ് ചർച്ചകൾ ഉയരും. RSSൽ ദിശയും നിയന്ത്രണവും എന്ന ചിന്തകൾ കൂടുതൽ ശക്തമാകും. അങ്ങനെ മോഡി റിട്ടയർമെന്റ് എടുക്കാൻ നിർബന്ധിതനാകും. ഈ തരത്തിലുള്ള സമ്മർദ്ദ വേദാന്തങ്ങൾ രൂപപ്പെടുന്നത് ഒരു ആശങ്കയാണ് ഇപ്പോൾ ചില രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തി വരുന്നത്. സുഹൃത്തുക്കളെ, ഇത് മോദിയെക്കുറിച്ചുള്ള ആശങ്ക മാത്രമല്ല, ഇന്ത്യയെക്കുറിച്ചുള്ള ആശങ്കയാണ്. കാരണം ഒരു പ്രധാനമന്ത്രിയെ അന്താരാഷ്ട്ര സമ്മർദ്ദവും ആഭ്യന്തര പവർ ഗെയിമുകളും ചേർന്ന് ദുർബലനാക്കുന്ന മാതൃക, അത് വിജയിച്ചാൽ ഇന്ന് മോദി, നാളെ മറ്റാരെങ്കിലും. അപ്പോൾ ചോദ്യം ആരാണ് ഭരണാധികാരി എന്നല്ല, ഇന്ത്യ സ്വയം തീരുമാനമെടുക്കുന്ന രാജ്യമാണോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ശക്തികളും ആഭ്യന്തര ഗ്രൂപ്പുകളും ചേർന്ന് തീരുമാനങ്ങൾ തള്ളിവിടുന്ന രാജ്യമാണോ എന്നതാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു വാക്കുണ്ട്. ഇന്ദിരാഗാന്ധി ഒരിക്കൽ പറഞ്ഞു, ഇന്ത്യ ആരുടെയും സമ്മർദ്ദത്തിന് കീഴടങ്ങില്ല. ഇന്ന് ആ വാക്ക് വീണ്ടും പറയേണ്ട സമയമല്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത്. 2026 നമ്മൾ പോകുമ്പോൾ ഒരു തീരുമാനങ്ങൾ സ്വയം എടുക്കുന്ന രാജ്യമാവണോ അല്ലെങ്കിൽ ശബ്ദമില്ലാതെ സമ്മതിക്കുന്ന രാജ്യമാകണോ എന്ന ചോദ്യമാണ് നമ്മൾക്ക് മുന്നിലുള്ളത്. ഇത് പാർട്ടി ചോദ്യമല്ല സുഹൃത്തുക്കളെ, ഇത് ഇന്ത്യയുടെ അഭിമാനത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള ദേശീയ ചോദ്യമാണ്.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ മടി കാണിക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണമേ എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കട്ടെ. അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി ഞങ്ങളെ എഴുതി അറിയിക്കണമേ എന്നും അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ഓരോ കമന്റുകളും ഞങ്ങൾ വിശദമായി ശ്രദ്ധിക്കും, ചർച്ച ചെയ്യും. നിങ്ങളുടെ ഓരോ കമന്റുകൾക്കും വ്യക്തമായ മറുപടി ഇവിടെ തന്നെ ഞങ്ങൾ നൽകും എന്നും ഉറപ്പ് നൽകട്ടെ. അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഈ വലിയ യുദ്ധത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.